ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിൻ്റെ പ്രദർശനത്തിൻ്റെ ഈ ഒരു ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വളരെ മനോഹരമായിട്ടൊരു സ്ഥലം. ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയായിരുന്നു. കാരണം ഒരു ഗവൺമെൻറ് സ്കൂളിൽ പോകുന്ന പോലെ ആയിരുന്നില്ല. ഞാനത് എൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു. അടുത്തിടയ്ക്ക് ഞാനൊരു കോളേജിൽ പോയ ഒരു അവസരത്തിൽ അവിടുത്തെ ഇതുപോലത്തെ ഒരു ഹാളിൽ ഞാൻ കണ്ടു. ഒടിഞ്ഞ് തൂങ്ങിന്നിരിക്കുന്ന കുറേ ഡെസ്കും ബെഞ്ചുകളും ജനലില്ലാത്ത കുറേ ഇതൊക്കെ ഞാൻ കണ്ടു. അപ്പം അത് കോളേജെന്നാണ് ഇപ്പം. അപ്പം ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഇത്രയും ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പഠിക്കണം, കുട്ടികളെന്നല്ല ആര് വന്നാലും സ്കൂളിലേക്ക് വരണമെന്ന് തോന്നുന്ന ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ട്. അത് യാതൊരു സംശയമില്ല. അതൊരു ഒരു വ്യക്തിയോ രണ്ട് വ്യക്തികളോ ചേർന്ന് ചെയ്യുന്നതല്ല, അത് വലിയ കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിലേറ്റവും ഇവിടുത്തെ താരം, സ്കൂളിലെ താരം എന്ന് പറയുന്നത് വേറെ ആയിരുന്നു നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ നടേശൻ സാർ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം അതുപോലൊരു ഒരാൾ ലീഡ് ചെയ്യാൻ, ഇതുപോലെ നിർദ്ദേശം നൽകാനും വേണ്ട കാര്യങ്ങൾ സമയത്ത് ഓരോരുത്തരോട് യോജിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഇതുപോലൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ തിരികെയുടെ കാര്യം നമ്മുടെ സുഹൃത്ത് ഭാസി ഇതിനെ പറ്റി സംസാരിച്ചു. ഇനി അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നിങ്ങൾ കാണുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും അത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാണുക. അതിനുശേഷമാണ് ഇത് സംസാരിക്കേണ്ടതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, അതിന് മുമ്പ് സംസാരിച്ചാലും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും തന്നെ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികളാണ്. ഇത് എന്തിനാണ് പ്രദർശിപ്പിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ ആവരുത് എന്ന് നിങ്ങളെ മനസ്സിലാക്കിയാൻ വേണ്ടിയാണ്. നിങ്ങളാരും ഇതിന് പോകുന്നവരല്ല, ഇതിന് ഭാവിയിൽ പോകില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇതിൽ കാണുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിൽ ചെയ്യുന്ന പോലെ, ആ കുട്ടി ചെയ്യുന്നത് പോലെ, തെറ്റ് ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. പിന്നെ വേറെ വലിയൊരു കാര്യം എനിക്ക് തോന്നാറുള്ളത്, സ്കൂളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മമാരോട് സ്കൂളിൽ നടന്നതും സ്കൂളിൽ പോയിട്ട് വരുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അച്ഛനമ്മമാരോട് പറയണം.